ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കേന്ദ്ര ബിന്ദു തന്ത്രി കണ്ഠരര് രാജീവരെന്ന് SIT. പാളികൾ 2 തവണ കടത്തിയതിലും തന്ത്രിക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന ഗുരുതര ആരോപണവുമായി അടൂർ പ്രകാശ് രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. അതിന്റെ വാർത്തകൾ നമ്മളിപ്പോൾ പരിശോധിച്ചു വരും. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കേന്ദ്ര ബിന്ദു തന്ത്രി കണ്ഠരര് രാജീവരാണെന്നാണ് SITയുടെ അതിനിർണായകമായ കണ്ടെത്തൽ. തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തത് തെളിവ് നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ തന്ത്രിക്ക് ഉത്തരങ്ങളില്ലായിരുന്നു. പാളികൾ 2 തവണ കടത്തിയതിന് സൂത്രധാരനും തന്ത്രിയാണെന്ന് SIT വ്യക്തമാക്കുന്നു. തന്ത്രിക്ക് മറ്റു പ്രതികളുമായുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതോടെയാണ് സ്വർണ്ണക്കൊള്ളയുടെ കേന്ദ്ര ബിന്ദു തന്ത്രിയാണെന്ന് SIT ഉറപ്പിച്ചത്. കണ്ടെത്തലുകളുടെ സമഗ്രമായ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം വിജിലൻസ് കോടതിയെ ധരിപ്പിച്ചു. അതേസമയം കടകംപള്ളി പോറ്റി ബന്ധം സ്ഥാപിക്കാൻ ചിത്രം ഉപയോഗിച്ച് UDF നടത്തുന്ന ആക്രമണങ്ങളുടെ മൂർച്ച കെടുത്തുന്നതായി പുറത്തുവന്ന പുതിയ ചിത്രം. പോറ്റിയുമൊത്തുള്ള പുതിയ ചിത്രങ്ങൾ ചർച്ചയായതോടെ വിശദീകരണവുമായി അടൂർ പ്രകാശ് രംഗത്തെത്തി. പോറ്റിയുമായുള്ള ബന്ധം MP ആയതിനു ശേഷം മാത്രമാണെന്നും കൊള്ളക്കാരനാണെന്ന് അറിയില്ലായിരുന്നുവെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. പോറ്റിയുടെയും സഹോദരിയുടെയും വീടുകളിലെ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. 2019 ഞാൻ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതിന് ശേഷമുള്ള ബന്ധമാണ്. എനിക്ക് ഇയാളെക്കുറിച്ച് നേരത്തെ ഇയാൾ എവിടെയുള്ള ആളാണെന്നോ ഇയാൾ ഏത് തരത്തിലുള്ള ഈ കൊള്ളസംഘക്കാരനാണെന്നോ ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ. അതോടൊപ്പം തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയിൽ പാർട്ടിക്കുള്ളിലുള്ളവരുടെ പങ്കും അടൂർ പ്രകാശ് തള്ളിക്കളഞ്ഞില്ല. പലപ്പോഴും ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ കോൺഗ്രസിനുള്ളിലുള്ളവരുമുണ്ട് അല്ലാതുള്ളവരുമുണ്ട് എന്ന് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. ഞാനതിനെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പോറ്റിയുടെ വീട് സന്ദർശിക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് രമണി P. നായരും ഒപ്പമുണ്ടായിരുന്നുവെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. പോറ്റിക്കൊപ്പം സോണിയാഗാന്ധി സന്ദർശിച്ചതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമിങ്ങനെ: ഡൽഹിയിൽ വന്നിട്ടാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്, MP എന്നുള്ള നിലയിൽ കൂടെ വരണം എന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പോയി. ചില മാധ്യമങ്ങൾ തന്നെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. അതേസമയം അടൂർ പ്രകാശിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒഴിഞ്ഞുമാറിയപ്പോൾ വിശദാംശങ്ങൾ അടൂർ പ്രകാശിനോട് ചോദിക്കുമെന്നായിരുന്നു VD സതീഷിന്റെ പ്രതികരണം. ബാംഗ്ലൂരിലുള്ള ഫോട്ടോസ് എനിക്കറിയില്ല, അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഡീറ്റെയിൽസ് പരിചയം ഉണ്ടാവുന്നേ, കോൺഫിഡൻസിലുള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാവും. പക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് എന്താ അടൂർ പ്രകാശിന്? ഇത് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ LDFന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ LDF ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയല്ലേ? സ്വർണ്ണക്കൊള്ള കേസ് ഉന്നതരിലേക്ക് എത്തുകയാണെന്നും അടൂർ പ്രകാശും കോൺഗ്രസും മറുപടി പറയണമെന്നും മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചു. ഏത് അന്വേഷണ ഏജൻസിയാണെങ്കിലും അവർ സ്വതന്ത്രമായിട്ട് അന്വേഷണം നടത്തണം. പിന്നെ എത്ര ഉന്നതരായിരുന്നാലും അവർ ചോദ്യം ചെയ്യണം. ഇന്ന ഉന്നതരെ മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ആൾക്കാരുടെ പേര് പറയാൻ പാടില്ല എന്നൊന്നും ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടൊന്നുമില്ല. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ SITയുടെ അടുത്ത നീക്കം നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.